നമസ്കാരം, TN ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് കണ്ട പ്രധാന തലക്കെട്ടുകൾ ഇങ്ങനെയായിരുന്നു. ചെങ്കോട്ടയിലും കാലിടറി CPM. സംസ്ഥാനത്ത് വൻ ഭരണവിരുദ്ധ വികാരം. 40,000 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ടായിരുന്ന നാട് പോയ പോക്ക് അവിശ്വസനീയം. പിണറായിക്ക് കാലിടർന്നു. 18,724 വോട്ടുകളുടെ ലീഡിനാണ് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടം ചരിത്ര വിജയം നേടിയത്. പാലക്കാട്ട് കോട്ടയ്ക്ക് മുകളിൽ ഏറ്റവും കൂടുതൽ കൊടി കെട്ടിയത് ആര്? സംശയം തെല്ലുമില്ല, അത് പത്തനംതിട്ടക്കാരൻ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം വരെ മറികടന്നാണ് രാഹുൽ പാലക്കാട്ട് ചരിത്ര വിജയം നേടിയിരിക്കുന്നത്. ഒപ്പം പ്രതിപക്ഷ നേതാവിന്റെ ആത്മവിശ്വാസത്തെ അതുപോലെ തന്നെ ശരിവെച്ചിരിക്കുകയാണ് വിജയം. ഇതാ കൈപ്പത്തിയിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ്. പാലക്കാട് എടുക്കാൻ വന്ന BJPയെ അക്ഷരാർത്ഥത്തിൽ തുരത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഉജ്ജ്വല വിജയം പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെയും BJP CPM അവിശുദ്ധ സഖ്യത്തിനെതിരെയുമുള്ള ജനാധിപത്യ മതേതര ചേരിയുടെ വിജയമാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇനിയുള്ള സാധ്യതകളാണ് പറയാൻ പോകുന്നത്. ചേലക്കരയും നിലമ്പൂരും കൂട്ടാതെ നിലവിലുണ്ടായിരുന്നത് LDFന് നിയമസഭയിൽ 97 അംഗങ്ങളായിരുന്നു. ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവുക എന്നത് ജനാധിപത്യത്തിൽ അനിവാര്യതയാണ്. ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളെ സഭയ്ക്കുള്ളിൽ ചോദ്യം ചെയ്യുവാൻ ഇനി സഭയിൽ രാഹുൽ ഉണ്ടാകും. നല്ല വായനയുള്ള, വിശാലമായ ജനാധിപത്യ മതേതര കാഴ്ചപ്പാടുള്ള, ക്ലാരിറ്റിയോടുകൂടി നിലപാടുകൾ പറയാൻ കഴിവുള്ള യുവ നേതാവാണ് രാഹുൽ. ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് പോകുമ്പോൾ ആ വിടവ് നികത്താൻ രാഹുൽ ജയിക്കേണ്ടത് അനിവാര്യമായിരുന്നു. 2016 മുതൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും 3-ാം സ്ഥാനത്തുള്ള CPMന് അവിടെ ജയസാധ്യതയില്ലെന്ന് ഉറപ്പിച്ചതാണ്. അവിടെ മത്സരം മതേതരത്വവും വർഗീയതയും തമ്മിലാണ്. അവിടെ CPMന് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി പോലുമില്ല എന്നത് മറ്റൊരു ചരിത്രം. രണ്ടാം പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ബാലറ്റിലൂടെ പാലക്കാട്ടെ ജനങ്ങൾക്ക് മറുപടി നൽകാൻ കിട്ടിയ അവസരം പാലക്കാട്ടുകാർ വിനിയോഗിച്ചു. 17-ലേറെ വർഷങ്ങളായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന രാഹുൽ KSU യൂണിറ്റ് പ്രസിഡന്റ് മുതൽ NSUI ദേശീയ സെക്രട്ടറി വരെയുള്ള നിലകളിൽ പ്രവർത്തിച്ച ശേഷമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമെല്ലാം ആകുന്നത്. രാഹുൽ എന്ന മികച്ച സംഘാടകനെ പാലക്കാടിന് ആവശ്യമുണ്ട്. ഷാഫി പറമ്പിൽ പാലക്കാട് നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകുവാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മേൽ പ്രതീക്ഷ വെച്ചവർ ഏറെയാണ്. ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ പേരിൽ നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടുള്ള രാഹുൽ കേവലം ശീതീകരിച്ച മാധ്യമ മുറികളിൽ മാത്രം ഇരുന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പരിചയമുള്ള ഒരാളല്ല. ട്രോളി ബാഗിൽ കള്ളപ്പണം എന്ന് പറഞ്ഞ് രാഹുലിനെ വേട്ടയാടാനും പാലക്കാട്ടെ ജനങ്ങളെ വിഡ്ഢിയാക്കാനും പാതിരാ നാടകം നടത്തിയവർക്ക് ബാലറ്റിലൂടെ മറുപടി കിട്ടി. ഇതുവരെ ആ വിഷയത്തിൽ രാഹുലിനെതിരെ പോലീസ് FIR പോലും ഇട്ടിട്ടില്ല എന്നത് മറ്റൊരു കാര്യം. പാലക്കാട്ടെ നെൽ കർഷകർ സംസ്ഥാന സർക്കാർ കാരണം നേരിടുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാനോ രാഹുൽ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനോ ഭരണപക്ഷം തയ്യാറായിട്ടില്ല. അവസരവാദികളോ വർഗീയവാദികളോ ആയിരുന്നില്ല പാലക്കാട്ടെ ജനതയെ കേരള നിയമസഭയിൽ പ്രതിനിധീകരിക്കേണ്ടതെന്ന് പാലക്കാട്ടുകാർ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഒറ്റപ്പാലത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട ശേഷം ആ മണ്ഡലം തിരിഞ്ഞു നോക്കാത്ത സരിൻ പാലക്കാട് പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ 2026-ൽ ഷൊർണൂരോ മലമ്പുഴയിലോ അവസരം ചോദിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനുമാവില്ല.